സജോ ദേവസ്യ തുടരുന്നുണ്ട് അവിടെ ജനകീയ തിരച്ചിൽ മേഖലയിൽ. സജോ, ഇതാദ്യം ഒരുപക്ഷെ എന്താണ് ആ മേഖലയെപ്പറ്റി ഏറ്റവും നന്നായി അറിയാവുന്നവർ, അങ്ങോട്ടേക്ക് ആദ്യമായി എത്തുന്നവർ, അവർ പറയുന്ന സ്ഥലങ്ങളിലെ പരിശോധന എന്ന് പറഞ്ഞാൽ ആ മേഖല കൈവെള്ള പോലെ അറിയുന്നവർ അവിടുത്തെ പ്രദേശവാസികൾ മാത്രമാണല്ലോ സജോ. അപ്പോൾ ഈ ജനകീയ തെരച്ചിലിന് ഒരു 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 ഫലപ്രാപ്തി ഉണ്ടാകും എന്ന് കരുതാം അല്ലേ? ഹാഷ്മി, അങ്ങനെ കരുതണം. അപ്പോഴും യന്ത്രസഹായത്തോടു കൂടിയുള്ള വിപുലമായ തിരച്ചിൽ, പക്ഷേ അതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്, ഇനിയിപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും എത്രത്തോളം അതിൻ്റെ സാധ്യതകൾ മങ്ങും എന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ അപ്പോഴും ഇവിടെയുള്ള ആളുകളുടെ ആഗ്രഹമാണ്, ഇവരെയൊക്കെ തിരഞ്ഞ് കണ്ടുപിടിക്കണം, ഏറ്റവും ആദരപൂർവ്വം അവർക്ക് വിട നൽകണം എന്നത് ഈ നാട്ടിലെ മനുഷ്യരുടെ ആഗ്രഹമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ തിരച്ചിലിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പ്രേരക ഘടകം എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ധാരാളം ആളുകൾ ഈ സ്ഥലത്തേക്ക്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ മടിച്ചിരുന്നവരൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കാണാം, അതായത് ഈ അവശേഷിച്ചിരുന്ന ചില വകകളൊക്കെ ആളുകൾ കയറ്റിക്കൊണ്ട് പോകുന്ന കാണാം. അതായത് സന്നദ്ധ പ്രവർത്തകർ സഹായിക്കുകയാണ് അവർക്ക് ഇതേ ഇനി അവശേഷിക്കുന്നുള്ളൂ, അതവർ തിരിച്ചു കൊണ്ടുപോവുകയാണ്. അത് കുറച്ച് ആളുകളൊക്കെ ഈ സ്ഥലങ്ങളിൽ വന്നു, ചിലരൊന്നും എടുക്കാതെ തിരികെ മടങ്ങുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇവരൊക്കെ തിരയണം, ഇന്ന സ്ഥലങ്ങളിൽ തിരയണമെന്ന് പറഞ്ഞ് സന്നദ്ധ പ്രവർത്തകരെയും ഇതിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെയും ഒക്കെ സമീപിക്കുന്നത് നമ്മൾ കണ്ടു. ഇതിനിടെ റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്, അവരോട് കാര്യങ്ങൾ പലരും വിശദീകരിച്ച് കൊടുക്കുന്നത് കണ്ടു. അങ്ങനെ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ദുരന്തഭൂമിയുടെ ഒരു ബാക്കി പത്രമേ യഥാർത്ഥത്തിൽ ഇങ്ങനെ സജീവമായി തന്നെ കാണാം. ഇപ്പോഴും സന്നദ്ധ പ്രവർത്തകർ, അതായത് 6 മേഖല തിരിച്ചാണ്, 6 സോൺ തിരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ചൂരൽമലയുടെ അതായത് വെള്ളാർമല സ്കൂളിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഈ സ്ഥലങ്ങളിലടക്കം ഈ ആളുകൾ ഈ ഭാഗത്തേക്ക്, ഇതിന് തൊട്ട് മുകളിലെ ഭാഗത്തേക്കൊക്കെ ആളുകൾ വന്ന് അവിടെ തിരച്ചിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ മേഖലയിൽ യന്ത്രങ്ങളൊക്കെ എത്തിച്ച്, അതായത് മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ എത്തിച്ച് യഥാർത്ഥത്തിൽ തിരച്ചിലും മറ്റുമൊക്കെ ഇപ്പോഴും സജീവമായി തന്നെ തുടരുന്നുണ്ട്. ഇവിടെ ഇതിനകത്തൊരു വല്ലാത്തൊരു കാഴ്ചയാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ പോയാൽ കാണാം. അതായത് അവരുടെ ബാക്കി വന്ന അവശേഷിക്കുന്ന ചില അവശേഷിപ്പുകൾ അവർ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. അതായത് മറ്റൊന്നുമില്ല ഈ ഭൂമിയിൽ, യഥാർത്ഥത്തിൽ മറ്റൊന്നുമില്ല. ഞാനിവിടെ വന്ന സമയത്ത് കുറേയധികം നേരം സംസാരിച്ച മുഹമ്മദ് കുട്ടിക്ക യഥാർത്ഥത്തിലുണ്ട് എൻ്റെ കൂടെ. അത് എടുത്തോ, വീട്ടിൽ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി കയറ്റി. അതാണോ ഈ പുറകെ കാണുന്നതാണോ? അതെടുത്ത് മോൻ എന്ത്, യാസീനും അവനും വന്നോ? അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ വാടകയ്ക്ക് എടുക്കാൻ പോകാണ് വീട്ടിൽ. അതായത് മുഹമ്മദ് കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു, ഒരുപാട് കാലത്തെ അധ്വാനം കൊണ്ട് പണിതൊരു വീടും അതിലെ വസ്തുക്കളുമാണ്. അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ പലതും നശിച്ചു. പക്ഷേ മുകൾ നിലയിൽ കുറച്ച് സാധനം, ഒപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അവരുടെയൊക്കെ വീടുകളൊന്നുമില്ല, ഒന്നും അവശേഷിക്കുന്നില്ല ആ ഭൂമിയിൽ. അദ്ദേഹം പക്ഷേ കുറേ ദിവസങ്ങളിലായിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും കുറേ കാര്യങ്ങളൊക്കെ ഇവരോട് പറയുകയും ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തതാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയും ഇവിടെ ഉണ്ടായിരുന്നു. അവനോട് ഞാൻ നേരത്തെ കുറേ നേരം സംസാരിച്ചിരുന്നു. അതായത് ഈ കാണുന്ന, അതായത് വെള്ളാർമല സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു യാസീൻ ഇപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. യാസീൻ മറ്റൊരു സ്ഥലത്ത് ആണ് ഇപ്പോൾ ഉള്ളത്. ക്യാമ്പിൽ നിന്ന് മാറി അവരൊരു ചെറിയ വാടക സംവിധാനത്തിലേക്ക് മാറി എന്നാണ് പറഞ്ഞത്. പക്ഷേ യാസീൻ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം, അവൻ്റെ കൂട്ടുകാരിൽ പലരും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ്. അവിടെ വെള്ളാർമല സ്കൂളിൻ്റെ ബാക്ക് റോഡ്, ആ സ്കൂൾ റോഡ് ബാക്കിലോട്ട് പോകുമ്പോൾ ഒരു വീട്ടിൽ, അതിനകത്ത് ഞാൻ പോയപ്പോൾ അവിടെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്ന വീടാണ്. അപ്പോൾ അതെനിക്കൊന്ന് അകത്തെ ഏതോ റൂമാണ്. ആ റൂമിൻ്റെ അവിടെ നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയില്ലേ, ഈ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു. അപ്പോൾ അതിലെഴുതിയ ചേട്ടാ പാലിൻ്റെ പൈസ കൊടുക്കണം എന്ന് എഴുതി ഒട്ടിക്കുന്ന അങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെറിയ കുറിപ്പുകൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു വീടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ പ്ലാനിങ്ങുകൾ, എന്തൊക്കെ പ്രതീക്ഷകൾ, എന്തൊക്കെ സ്വപ്നങ്ങളല്ലേ സജോ? ഹാഷ്മി, ഞാൻ കുറച്ച് മുമ്പ് ഇതുവഴി നടക്കുമ്പോൾ നമ്മൾ പണം സൂക്ഷിക്കുന്ന, എന്താണ് അതിന് പറയുന്നത്, അങ്ങനെ ഒരു പെട്ടിയല്ല, ഒരു ബോക്സ് നമ്മൾ ഇട്ട് സൂക്ഷിച്ചു വെക്കുമല്ലോ, അങ്ങനെ സൂക്ഷിച്ചു വെച്ചൊരു ബോക്സാണ് അത്. യഥാർത്ഥത്തിൽ അവിടെയുള്ള കുറച്ച് ആളുകൾ, സന്നദ്ധ പ്രവർത്തകരും മറ്റുമൊക്കെ വന്ന് അത് പൊട്ടിച്ചു നോക്കി. അതിനകത്ത് കുറച്ച് കുടുക്ക അതിന് എനിക്ക് ആ പദം പെട്ടെന്ന് കിട്ടിയില്ല, കിട്ടി. കുടുക്ക പൊട്ടിച്ചു നോക്കി ഇവിടെ സന്നദ്ധ പ്രവർത്തകർ. ആ പണം അവർ അവിടെ കൈമാറി. അവിടെയുള്ള ആരാണ് അതിൻ്റെ ഉടമസ്ഥരെന്ന് അറിയില്ല. അതുകൊണ്ട് അത് അവിടെയുള്ള ചില ഉദ്യോഗസ്ഥർക്കോ മറ്റോ അത് കൈമാറി. അത് പൊട്ടിച്ചു നോക്കുമ്പോൾ അതിൽ കുറേ കൊച്ചു പണങ്ങളാണ്, ചെറിയ നോട്ടുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നിട്ടുണ്ട്. എന്തെങ്കിലും നമുക്ക് ആഗ്രഹം, പക്ഷേ അതിൻ്റെ ഉടമ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് ഈ ദുരന്ത മുഖത്ത് നിന്ന് നമ്മുടെ ഹൃദയം തകർക്കുന്ന അനവധി കാഴ്ചകളുണ്ട്. ഇപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ ധാരാളം മാറി അവരുടെ ടേൺ എടുത്ത് മാറി അവർ മുകളിലേക്ക് പോവുകയാണ്. ആ സ്ഥലങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പ്രയോഗിക്കുന്നത്
അല്പം അനവസരത്തിലാണോ എന്ന് എനിക്കറിയില്ല. അതായത് ദുർഗന്ധമൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇപ്പോഴും യഥാർത്ഥത്തിലുണ്ട്. അത് ചൂണ്ടിക്കാട്ടിയാണ്. ഒപ്പം ആളുകളുടെ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സംശയമൊക്കെ പ്രകടിപ്പിക്കുന്ന ഇടങ്ങളിലും മറ്റുമാണ്. അവിടെ കേന്ദ്രീകരിച്ചാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് വ്യാപകമായി നിയോഗിക്കുകയും അവിടെയൊക്കെ കഴിയാൻ വിധം തിരച്ചിൽ നടത്തുക എന്നതാണ്. ഇനിയിപ്പോൾ അതാണല്ലോ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം എന്നത് അതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ അവശേഷിക്കുന്നവർ അവരതെടുത്തുകൊണ്ട് പോകുന്നു, അവർക്ക് ആ സഹായങ്ങൾ നൽകുന്നു. അതൊക്കെയാണ് ഇനിയിപ്പോൾ പക്ഷേ തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. അതങ്ങനെ തുടരുക. പരമാവധി സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ലഭ്യമാകുന്നുണ്ട്. സിവിൽ ഡിഫൻസ് വാളണ്ടിയേഴ്സ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസും SOGയും ഉണ്ട്, ഫോറസ്റ്റും ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. കാരണം ഈ ദുർഘടമായ പ്രദേശങ്ങളിലേക്ക് ഫോറസ്റ്റിൻ്റെ സഹായം ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ പിന്നീടുള്ളത് വിവിധ സന്നദ്ധ സംഘടനകളാണ്. ഈ ദിവസങ്ങളിലെല്ലാം സജീവമായിരുന്ന വൈറ്റ് ഗാർഡുണ്ട്, SKSSF, SSF, SDPI, സേവാഭാരതി, യൂത്ത് കെയർ, DYFI, എല്ലാ സംഘടനകളും, എല്ലാ യുവജന സംഘടനകളും കരുത്തോടെ നിൽക്കുന്ന കാഴ്ച അത് മാത്രമാണ് ദുരന്തഭൂമിയിലെ എന്തെങ്കിലും നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ യുവശക്തി മാത്രമാണ്. സജോ, എന്തായാലും അവിടുത്തെ തുടരുക.